തിരുവിതാംകൂറിലെ അവസാന മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സ്മരണയ്ക്കായി 1993 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രം ചിത്രീകരിക്കുകയും അവരുടെ സമ്പന്നമായ സംഭാവനകളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ പരിണാമവും അതിന്റെ ഭൂമിശാസ്ത്ര, സാമൂഹിക, സാംസ്കാരിക ചരിത്രത്തിലെയും അടയാളങ്ങൾ ഇവിടെ നമുക്ക് കാണാം. തിരുവിതാംകൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സുവർണരഥം, സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, വാളുകൾ എന്നിവ കൂടാതെ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കോട്ട്, തലപ്പാവ്, ഷൂസ്, കണ്ണട മുതലായവയും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെയുള്ള മ്യൂറൽ പെയിന്റിങ്ങുകൾ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ചരിത്രവും കഥകളും അനാവരണം ചെയ്യുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം. അയിത്തം എന്ന അനാചാരം അവസാനിപ്പിച്ചുകൊണ്ട് 1936 തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ഒരു പ്രത്യേക വിളംബരം പുറപ്പെടുവിച്ചു. അവർണരായ ഹിന്ദുക്കൾക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ അദ്ദേഹം അനുമതി നൽകി. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം. മഹാത്മജിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ നടത്തിയ അയിത്തോച്ചാടന പ്രവർത്തനങ്ങൾക്ക് ഈ വിളംബരം ശക്തി പകർന്നു. കുണ്ടറ വിളംബരം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മുൻഗാമികളെ അപേക്ഷിച്ച് ദുർബലനായ ഭരണാധികാരിയായിരുന്നു. മന്ത്രിമാർ, ബ്രിട്ടീഷുകാരും ഇത് ചൂഷണം ചെയ്ത് ആ കാലത്ത് വില്ലേജ് അധികാര സ്ഥാനത്ത് നിന്നും ദളവ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട വേലുത്തമ്പി ഈ ദുർഭരണത്തെ എതിർത്തു. വിദേശ ശക്തിക്കും ദുർഭരണത്തിനും എതിരെ അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് 1809 ജനുവരി 11 കുണ്ടറയിൽ വെച്ച് നടത്തിയ സമര ആഹ്വാനമാണ് പിന്നീട് കുണ്ടറ വിളംബരം എന്നറിയപ്പെട്ടത്. കുളച്ചൽ യുദ്ധം. കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കിരീടധാരണം നടത്തിയത്. രാജ്യത്തിനകത്തും പുറത്തും വളരെ ശക്തരായ ശത്രുക്കൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സിലോണിൽ നിന്നും സമുദ്രമാർഗം കുളച്ചലിൽ വന്നു ചേർന്നു. വാർത്തയറിഞ്ഞ വടക്കൻ പ്രദേശങ്ങളിൽ പടയോട്ടത്തിലായിരുന്ന മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തെ തെക്കോട്ട് നയിക്കുകയും തലസ്ഥാനമായ കൽക്കുളം ആക്രമിക്കാനുള്ള നീക്കത്തെ ബ്രിട്ടീഷ് സൈനിക സഹായത്തോടെ ചെറുക്കുകയും ചെയ്തു. നിരവധി ആളുകൾ വധിക്കപ്പെട്ടു. നിരവധി ഡച്ച് സൈനികരും തടവുകാരാക്കപ്പെട്ടു. തിരുവിതാംകൂറിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാമെന്ന മോഹം പൊലിഞ്ഞതോടെ ഡച്ച് പടയോട്ടം കേരളത്തിൽ അവസാനിക്കുകയും ചെയ്തു. തൃപ്പടിദാനം. വിസ്തൃതമായ തിരുവിതാംകൂർ രാജ്യം പരദേവതയായ ശ്രീ പത്മനാഭന് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സമർപ്പിച്ച ചരിത്രപ്രസിദ്ധമായ മുഹൂർത്തമാണ് തൃപ്പടിദാനം. 1850 ജനുവരി 3 ബുധനാഴ്ചയാണ് ഇത് നടന്നത്. അഞ്ചുതെങ്ങ് കോട്ട. ബോംബെ കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രം തിരുവിതാംകൂർ തീരത്തുള്ള അഞ്ചുതെങ്ങ് ആയിരുന്നു. ആറ്റിങ്ങൽ റാണി വിദേശികൾക്ക് ചില സൗജന്യങ്ങൾ അനുവദിച്ചതും പണ്ടികശാലയും കോട്ടയും കെട്ടാൻ അനുമതി നൽകിയതും കുരുമുളകിന്റെ കുത്തക നൽകിയതും ദേശവാസികളെയും കർഷകരെയും ചൊടിപ്പിക്കുകയുണ്ടായി. ഒരു അവസരം പാർത്തിരുന്ന നാട്ടുകാർ റാണിക്ക് പിറന്നാൾ സമ്മാനവുമായി പോയ ബ്രിട്ടീഷുകാരനെ പതിയിരുന്ന് ആക്രമിച്ച് മുഴുവൻ പേരെയും വധിച്ചു. മാത്രവുമല്ല, അഞ്ചുതെങ്ങിലെ കോട്ട ആക്രമിക്കുകയും ചെയ്തു. പിന്നീട് കൂടുതൽ ഇംഗ്ലീഷ് സൈന്യമെത്തി ദേശവാസികളെ തുരത്തുകയും കോട്ട മോചിപ്പിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആണ് ആറ്റിങ്ങൽ കലാപം. അയ്യനടികൾ തിരുവടി. AD 849 കൊല്ലത്തെ തരിസാപ്പള്ളിക്ക് എഴുതിക്കൊടുത്ത ചെമ്പുപട്ടരേഖയിലെ പരാമർശത്തിൽ വേണാടിന്റെ അന്നത്തെ ഭരണകർത്താവ് അയ്യനടികൾ തിരുവടിയാണെന്ന് സൂചിപ്പിക്കുന്നു. രവിവർമ്മ സംക്രാമധീരൻ. വേണാട് ഭരിച്ച രാജാക്കന്മാരുടെ പട്ടികയിൽ ഉജ്ജ്വലനായ ഭരണാധികാരിയായിട്ടാണ് രവിവർമ്മ കുലശേഖരൻ അറിയപ്പെടുന്നത്. ദക്ഷിണ ഭാരതത്തിലെ പല ഭാഗങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും രാജ്യങ്ങളെല്ലാം തന്റെ അധീനതയിൽ ആക്കുകയും ചെയ്ത നേതാവായിരുന്ന ഇദ്ദേഹം സംക്രാമധീരൻ എന്ന പേര് സ്വീകരിച്ച് ദക്ഷിണ ഭാരത ചക്രവർത്തിയായി. ധർമ്മരാജാവ്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂറിന്റെ ചെങ്കോലേന്തിയ കാർത്തിക തിരുനാൾ രാമവർമ്മയെ ജനങ്ങൾ ധർമ്മരാജാവ് എന്ന് വിളിച്ചു. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് ഇദ്ദേഹമാണ്. ഹൈദരാലി, ടിപ്പു തുടങ്ങിയ മൈസൂർ രാജാക്കന്മാരുടെ പടയോട്ടങ്ങളെ ഇദ്ദേഹം ശക്തമായി ചെറുത്തു. ഇദ്ദേഹത്തിന്റെ കീഴിൽ തിരുവിതാംകൂറിനെ സേവിച്ചയാളാണ് രാജാ കേശവദാസൻ. സ്വാതി തിരുനാൾ, ഗർഭശ്രീമാൻ
എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതി തിരുനാളിന്റെ ഭരണകാലം തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്. ബഹുഭാഷാ പണ്ഡിതനും പ്രതിഭാശാലിയും സംഗീതജ്ഞനുമായിരുന്ന തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം തെളിയിക്കുന്ന പ്രാകൃതമായ ശുചീന്ദ്രം ആചാരം അദ്ദേഹം നിർത്തലാക്കി. ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ പഴയ രൂപമായ വലിയ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. നക്ഷത്ര ബംഗ്ലാവ്, ജനറൽ ആശുപത്രി എന്നിവയും സ്ഥാപിച്ചു. ഓട്ടം തുള്ളൽ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കലയും സാഹിത്യവും ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന ആളാണ് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടം തുള്ളൽ, സീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നിങ്ങനെ 3 രൂപങ്ങൾ കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പ് തന്നെ നിലവിലിരുന്നു. എന്നാൽ അതിനെ ആകർഷകവും ജനകീയവുമായ ഒരു ദൃശ്യകലയായി വികസിപ്പിച്ചത് കുഞ്ചൻ നമ്പ്യാറാണ്. മരിച്ചീനി കൃഷി. രാമവർമ്മ വിശാഖം തിരുനാൾ മഹാരാജാവ് കാർഷിക അഭിവൃദ്ധിക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കി മരിച്ചിനി വിഷക്കിഴങ്ങ് അല്ല ഭക്ഷ്യ വസ്തുവാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൊട്ടാര വളപ്പിൽ അദ്ദേഹം മരിച്ചിനി കൃഷി ചെയ്യുകയും പ്രോത്സാഹനത്തിനായി ഭൂമി അനുവദിച്ചു നൽകുകയും ചെയ്തു. കാണിമൂപ്പന്റെ ഓണം. അഗസ്ത്യവനത്തിലെ ആദിവാസി വിഭാഗമായ കാണിക്കാർ തിരുവോണം നാളിൽ വനവിഭവങ്ങൾ തിരുവിതാംകൂർ രാജാവിന് കാണിക്കയായി സമർപ്പിക്കുന്ന അപൂർവമായ ഒരു ചടങ്ങ്. രാജാവിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഒരുമിച്ച് ഓണസദ്യ കഴിച്ച് ഓണപ്പുടവയും ഓണസമ്മാനവും വാങ്ങി യാത്രാമൊഴി ചൊല്ലി അവർ തിരികെ പോകുന്നു. രാജാവ് കവാടം വരെ അവരെ അനുഗമിക്കുന്നു. ആദിവാസി ഗോത്രത്തലവൻ മഹാരാജാവിനാൽ ആദരിക്കപ്പെടുന്ന അപൂർവ ചടങ്ങായിരുന്നു ഇത്. പൈങ്കുനി ഉത്സവം. തിരുവിതാംകൂറിന്റെ ദേശീയ ഉത്സവമായ പൈങ്കുനി ഉത്സവം ഇന്നും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. അനന്തപത്മനാഭൻ പുറത്തെഴുന്നള്ളി പടിഞ്ഞാറേ കോട്ട വഴി ശംഖുമുഖം കടപ്പുറത്ത് ആറാട്ട് നടത്തി തിരികെ എത്തുന്നതാണ് മുഖ്യ ചടങ്ങ്. പത്മനാഭദാസനായ രാജാവും പരിവാരങ്ങളും കൂടെ ഉണ്ടാകും. ഒരു വിടവാങ്ങൽ. ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ 1991 ലോകത്തോട് വിട പറഞ്ഞു.